ഡൽഹിയിലൊരു സോനം വാങ്ചുക് എന്ന് പറഞ്ഞ മനുഷ്യൻ 2 ആഴ്ചയിലേറെ സമരത്തിലാണ്. അതും നിരാഹാര സമരം. സ്വന്തം ഭക്ഷണം ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവർ സമരം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടുകാർ നന്ദിയില്ലാത്തവരായി മാറിയിരിക്കുന്നു. വല്ലാത്ത രീതിയിൽ കോർപ്പറേറ്റുകളുടെയും ബാക്കിയുള്ള ഫാസിസ്റ്റ് വക്താക്കളുടെയൊക്കെ ശബ്ദം കേട്ട് കേട്ട് നമ്മൾ അരാഷ്ട്രീയവാദികളായി മാറിയിരിക്കുകയാണ്. സമരത്തോടൊക്കെ നമുക്ക് പുച്ഛാണ്. നമ്മളെ നാടും നമ്മളെ ജനങ്ങൾ ഇത്രത്തോളം എത്തിച്ചേർന്നത് സമരങ്ങളിലൂടെയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും നമുക്കിതിലെന്താ ചെയ്യാനുള്ളത്? ഏറ്റവും ചുരുങ്ങിയത് സോഷ്യൽ മീഡിയയിലെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ ഒരു ഓളങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നു എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാലെങ്കിലും ഈ അധികാരികളൊന്ന് കണ്ണ് തുറക്കുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അയാളെ മറന്ന് കളയാൻ പാടില്ല. അതൊരു നന്ദികേടായി പോകും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ച പല ആൾക്കാരും ജയിലിനുള്ളിൽ കിടക്കുകയാണ്. സജീവ് പോലുള്ള ആൾക്കാർ കാലങ്ങളായിട്ട് ആരും തിരിഞ്ഞു പോലും നിൽക്കില്ല, ആർക്കും ഓർമ്മ പോലും ഇല്ല. അത്രത്തോളം നമ്മൾ സെൽഫിഷും അരാഷ്ട്രീയവാദികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യം നമുക്ക് നഷ്ടപ്പെടും. രാജ്യത്തിൻ്റെ എല്ലാവിധ അന്തസത്തയും മൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് വലിയ അപകടത്തിലേക്ക് പോകും. വരാനിരിക്കുന്ന തലമുറ നമ്മളെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ കൂടെ നിന്നേ പറ്റൂ. അത് നിങ്ങളെ ഉള്ളിൽ നിന്നും ഒരു ബോധം ബാക്കിയുണ്ടെങ്കിൽ, രാജ്യത്തിനോട് കൂറും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിന്നേ പറ്റൂ.